ദൂതന്മാർ, മൂസാ നബിയുടെ അനുചരന്മാരെ കുറിച്ച് മൂസാ നബി പറഞ്ഞത് വിവരമില്ലാത്തവന്മാർ. ആ ജൂതന്മാർക്ക് പിന്നെ ഇതിനപ്പുറത്ത് വേറെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? ഇതിനപ്പുറത്ത് വേറെ എന്ത് സർട്ടിഫിക്കറ്റാ വേണ്ടത്? അവർ യതീഹൂന ഫിൽ അർള് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹാഹുനാ ഖാഇദൂൻ. ഫലസ്തീനെ മോചിപ്പിക്കാൻ, ബൈത്തുൽ മുഖദ്ദസിനെ മോചിപ്പിക്കാൻ വാ, നിങ്ങൾ ഞങ്ങളോടൊപ്പം വാ എന്ന് പറഞ്ഞപ്പോൾ ജൂതന്മാര്, അന്ന് മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു, നീയും നിന്റെ റബ്ബും കൂടെ പോയി യുദ്ധം ചെയ്യ്, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഉണ്ടം പൊരിയും ചായം കഴിച്ചോണ്ടിരിക്കുക, നീ പോയിട്ട് വാ. അങ്ങനെ വർണ്ണന്മാരാ ജൂതന്മാര്. നടക്കുവോ? മാരെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച് നോക്കി. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കി. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ ജയിച്ചടക്കി. ഇനി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ്സാഅ ഹത്താ യുഖാതലൽ മുസ്ലിമൂന അൽ യഹൂദിയ. ഒരു കാലഘട്ടം വരും സഹാബത്തെ, അന്ന് മുസ്ലിമീങ്ങൾ യഹൂദികളെ കൊല്ലുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഹത്താ യഖ്തബി അൽ യഹൂദി, യഹൂദി ഈ മുസ്ലിം ഉമ്മത്തിനെ പേടിച്ചിട്ട് ഒളിച്ചിരിക്കും. മിൻ വറാഇൽ ഹജറി വശജർ, കല്ലിന്റെയും കരിങ്കല്ലുകളുടെയും വടവൃക്ഷങ്ങളുടെയും പിന്നാലെ പോയി ഒളിച്ചിരുന്നിരിക്കുമ്പോ, ഇവര് പരതി നടക്കുമ്പോ ആ കരിങ്കൽ ശബ്ദത്തോടെ വിളിച്ചു പറയും, ആ വടവൃക്ഷം വിളിച്ചു പറയും, യാ അബ്ദല്ലാഹ് യാ മുസ്ലിം തആൽ തആൽ വറാഇ യഹൂദി ഉഖ്തുൽ, എന്റെ പിന്നാലെ യഹൂദി ഒളിച്ചിരിപ്പുണ്ട്, ഇങ്ങോട്ട് വാ, കൊന്നുകളവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, എവിടുന്ന് വരും നബിയെ ഇവരൊക്കെ, ഇങ്ങനെയുള്ള സമുദായം എവിടുന്ന് വരും? ആദരവ റസൂൽ തങ്ങൾ പറഞ്ഞു, ബിബൈത്തിൽ മഖ്ദിസ് ഔ അക്നാഫി ബൈത്തിൽ മഖ്ദിസ്, അത് ബൈത്തുൽ മുഖദ്ദസിന്റെ മക്കളായിരിക്കും, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് താമസിക്കുന്ന മക്കളായിരിക്കും. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരമാണ് ഗസ. ഒരുപക്ഷെ ഈ ഹമാസ് എന്ന് പറയുന്ന പോരാളികളെ കൊണ്ടായിരിക്കാം ഇനി ഒരു ബൈത്തുൽ മുഖദ്ദസ് ഖുദ്സിന്റെ മോചനം സംഭവിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അത് 2027 എല്ലാത്തിനും ഒരു പരിഹാരം കാണും. കാരണം 40 വർഷത്തിന്റെ പരിവർത്തനത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. എല്ലാത്തിനും അങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാകും. എപ്പോഴും ഈ കണ്ണീര് ഒരിക്കലും അത് അള്ളാഹ് ഇഷ്ടപ്പെടില്ല. അള്ളാഹ് എപ്പോഴായാലും ഒന്ന് തുറന്നു കൊടുക്കും. ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ ഹത്താ ഇദാ ഫരിഹു ബിമാ ഉതു അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. നല്ല സുഖിച്ച് സുഖലോലുപന്മാരായിരിക്കുമ്പോൾ ഒരൊറ്റ പിടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിടിക്കും. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. അതൊരു വല്ലാത്ത പിടിയായിരിക്കും. അതിനെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതൊരു വല്ലാത്ത പിടിയായിരിക്കും. അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റൂല, രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭൗതികമായ ലോകത്ത് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിറപ്പിച്ചില്ലേ? നമ്മളെ മാത്രമാണോ? നമ്മൾക്ക് ഇപ്പോൾ എത്രയോ ദൂരത്ത് കിടക്കുന്ന ബൈത്തുൽ ഖദ്ദസിനെ ഓർത്ത് നമ്മൾ കരയുക. നമ്മുടെ ഈമാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ ഈമാന്റെ ഭാഗം അതാണ്. പക്ഷെ നബിതങ്ങൾ നമുക്ക് സമാധാനം പറഞ്ഞു തന്നിട്ടുണ്ട്, നബിതങ്ങൾ നമുക്ക് സന്തോഷം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു കുഞ്ഞ് മരിച്ചുപോയാൽ ആ കുഞ്ഞിനെ നാളെ സ്വർഗത്തിൽ കിട്ടും. ഉപ്പ അവർക്ക് സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന വീടുണ്ട് ഉപ്പ. പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം? നമുക്ക് ആഖിറമാണ് വലുത് സഹോദരങ്ങളെ. ഫലസ്തീനിലെ കുഞ്ഞുമക്കൾ എഴുതി വെക്കുന്നു കത്തില്, ഞങ്ങൾ ഷഹീദാവാൻ തയ്യാറ. കുഞ്ഞുമോൾ എഴുതി വെക്കുന്നു, ഈ കളിപ്പാട്ടം അടുത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുപ്പ, എനിക്ക് വേണ്ട, ഞാൻ സ്വർഗത്തിൽ അള്ളാഹെ കാണാൻ പോവാണ്, എനിക്ക് വേണ്ട. ഇത് കുഞ്ഞുമക്കൾക്ക് ജീവിച്ചിരിക്കുന്നവർക്കോട് അവരിപ്പോഴേ തയ്യാറായി. ആഖിറത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് സ്വർഗം കിട്ടുമെന്ന് വിശ്വാസമുണ്ട്. എൻ്റെ ശരീരത്തിലേക്ക് വന്നു പതിക്കുന്ന ബോംബ്, അതിലൂടെ ഓരോ തുള്ളി ഈ ഫലസ്തീനിന്റെ മണ്ണിൽ വീണാൽ അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആ മഹത് വ്യക്തിത്വങ്ങൾ, അവർക്ക് ആഖിറത്തെ കുറിച്ച് ബോധമുള്ളത് കൊണ്ടാണ് ഈ ചീരിപ്പായുന്ന ബോംബിന്റെ മുന്നിൽ അടി പതറാതെ അവർ ചങ്കൂറ്റത്തോടു കൂടി നിൽക്കുന്നത്. അതിന്റെ കാരണം അതാണ്, ആഖിറത്തിൽ അള്ളാന്റെ അടുക്കൽ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടും. വിശ്വസിച്ചവരാണ്. അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല, പരാജയപ്പെടുത്താൻ പറ്റൂല എന്ന് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. ഒരിക്കലുമില്ല. ഒരേ ഒരു പരാജയം, ഇനി അവർക്ക് കിട്ടാൻ പോകുന്നത് ഒരേ ഒരു വിജയമാണ്. ആ വിജയത്തോടു കൂടി ലോകാവസാനമാണ്. 2 പ്രാവശ്യമാണ് ഖുദ്സ് മോചിപ്പിക്കപ്പെട്ടത്, 3ാമത്തെ പ്രാവശ്യത്തോടു കൂടി ലോകാവസാനാണ്. ഫത്ഹു ബൈത്തുൽ മഖ്ദിസ് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്.
ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുക എന്നുള്ളത്. എന്തിനാണ് അവർ ഈ ത്യാഗത്തിന്റെ പേരിലും? എന്നാൽ ഞങ്ങൾ മതം മാറിയേക്കാം, ഞങ്ങളെ കൊല്ലല്ലേ, ഞങ്ങളെ വേദനിപ്പിക്കല്ലേ. ഒരു കുഞ്ഞുമോൻ പറയുന്നുണ്ടോ? ഒരു കുഞ്ഞുമോള് പറയാൻ തയ്യാറുണ്ടോ? ഇല്ല, പറയൂല. കാരണം ആഖിറമാണ് വലുത്, ആഖിറമാണ് വലുത്, സ്വർഗമാണ് വലുത്. കുഞ്ഞു പോയാൽ എന്താ, തള്ള പോയാൽ എന്താ? മരിച്ചുപോയ കുഞ്ഞുമോന്റെ മോളുടെ മയ്യത്തെടുത്ത് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന ഉമ്മയ്ക്കും സന്തോഷം എന്താണ്? മോനെ, നീ ധൈര്യമായിട്ട് പോയിക്കോ, നാളെ ആഖിറത്തിൽ നിനക്ക് നമുക്ക് ഒരുമിച്ച് കാണാം. ഒരു കുഞ്ഞു പൈതൽ മരണപ്പെട്ടു പോയാൽ ആ കുട്ടിയുടെ പേരിൽ കരഞ്ഞുകൊണ്ട് വിഷമിച്ചു വന്ന ഒരു സഹോദരിയുടെ അരികിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞു, എന്താ നീ കരഞ്ഞത്? നബി, എനിക്ക് 3 പെമ്മക്കൾ ഉണ്ടായിരുന്നു, എൻ്റെ 3 പെമ്മക്കളും കുഞ്ഞിലേ മരണപ്പെട്ടു പോയി, 3 മരിച്ചുപോയി. ഇനി 4ാമത്തൊന്നാണ് എൻ്റെ ഒക്കത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടുന്ന ദുആ ചെയ്യണം നബിയെ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, 3 മക്കളെ, 3 കുഞ്ഞുമക്കളെ നീ കബറടക്കിയോ? അതേ നബിയെ, എൻ്റെ 3 കുഞ്ഞുമക്കൾ അല്ലാഹു തആല വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരി നോക്കിട്ട് പറഞ്ഞു, ഫഖദിഹ്തലർതി ബിഹിലാരിൻ ശദീദിൻ മിനന്നാർ. നരകത്തിലേക്ക് പോകാതിരിക്കാൻ ഏറ്റവും വലിയ മതിൽക്കെട്ടാണ് നീ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും നീ നരകത്തിലേക്ക് പോകില്ല. നിന്റെ 3 മക്കൾ അവിടെ റെഡിയായിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കുഞ്ഞു പൈതൽ ഇന്ന സഖ്ത, ആ രക്തപിണ്ഡം ഉണ്ടല്ലോ, ആ മാംസപിണ്ഡം ഉണ്ടല്ലോ, ഇന്ന് ലോകത്ത് വെച്ച് നാണക്കേടിന്റെ ദിവസം ലോകത്ത് ഏറ്റവും ന്യൂ ബോൺ ബേബി എന്ന് പറയുന്ന 7 ദിവസമായ കുഞ്ഞ് ഷഹീദാക്കപ്പെട്ടു. 7 ദിവസമായ കുഞ്ഞ്. ഈ രക്തം ലയജുറു ഉമ്മഹു ഇലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ കുട്ടി നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്താൽ പ്രയാസത്താൽ പൊട്ടിക്കരയുന്ന ആ ഉപ്പമാരെ ഉണ്ടല്ലോ, അവരുടെ തുണിക്ക് പിടിച്ചിട്ട് കൈക്ക് പിടിച്ചിട്ട് ഈ രക്തക്കുട്ടി, ഈ കുഞ്ഞുമോൾ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നബിയുന റസൂലുള്ളാഹി. ഒരു കുഞ്ഞു പോയാൽ എന്താ, നമുക്ക് നാളെ സ്വർഗമാണ് വലുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പിടഞ്ഞു വീഴുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് സ്വർഗാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗാണ്. നമുക്ക് സ്വർഗം എന്ന ഒരു സംവിധാനം ഇല്ല എങ്കിൽ നമ്മൾ ഇവിടെ തൊപ്പി വെച്ച് ദാടി വെച്ച് നമസ്കരിച്ച് പള്ളി മദ്രസ ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ ലക്ഷ്യം ആ കാലാകാലം അവസാനിക്കാത്ത ആ സ്വർഗത്തിലെത്തണം എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെ ആഗ്രഹം, അല്ലേ? അല്ലാതെ നിങ്ങളുടെ മക്കളെ ഹാഫിളാക്കിയിട്ട് എവിടെയെങ്കിലും മതപ്രസംഗത്തിന് നടത്തി 25,000 രൂപയും ഹാഫിളാക്കിയിട്ട് റമദാന് തറാവീഹിന് നിർത്തിയിട്ട് 50,000 1 ലക്ഷം ഒക്കെ വാങ്ങാനാണോ പ്ലാന്? ഏതാ നമ്മുടെ പ്ലാൻ? അതാ എൻ്റെ മക്കളെ കൊണ്ട് ആഖിറത്തിൽ ഈ വാപ്പാക്കും ഉമ്മാക്കും ഗുണം കിട്ടണം. സ്വർഗത്തിൽ 2 പേരുടെ കൈക്ക് പിടിച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതി സൂറത്തുൻ നാസിന്റെ അവസാനം വരെ ഓതി സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലെത്തിയിട്ട് അവിടെ വാപ്പയും ഉമ്മയും ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലെത്തി വാപ്പയും മക്കളും സന്തോഷിക്കുമ്പോൾ മാലാഖമാര് വന്നിട്ട് പറയും, ദുനിയാവിൽ നിങ്ങളുടെ രഹസ്യവും പരസ്യവും ചോർത്തിയവരാണ് ഞങ്ങൾ, ഇവിടെ ഞങ്ങൾക്ക് ആ പണിയില്ല, സലാമുൻ അലൈക്കും. സന്തോഷത്തോടു കൂടി സകുടുംബ സാന്നിധ്യം നിങ്ങൾ ഇവിടെ താമസിച്ചുകൊള്ളുക, ഇനി ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല, സലാമുൻ അലൈക്കും. യാ അല്ലാഹ്, ഏതാ വേണ്ടത് നിങ്ങൾക്ക്? ദുനിയാവിലെ ഈ കുറഞ്ഞ ജീവിതത്തിൽ ഒരു ഉറപ്പുമില്ല. ഞാൻ ഇന്നുറങ്ങിയാൽ നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്താൽ എൻ്റെ ഉദ്ദേശ സ്ഥലത്തേക്ക് എത്തുമോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഞാൻ പഠിച്ച് വലുതാകുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. എൻ്റെ മക്കൾ എനിക്ക് ഗുണപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുമില്ല. ഈ ഭൗതികമായ ലോകത്ത് ഒരു ഗ്യാരണ്ടിയും ഉറപ്പുമില്ലാത്ത ഈ ലോകത്തിന് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ട് ഒരു കാലത്തും നശിക്കൂല എന്ന് അല്ലാഹു റസൂലും നമ്മളെ പഠിപ്പിച്ച് ഭയപ്പെടുത്തി നമുക്കതിലേക്ക് പ്രചോദനം നൽകിയ ആ സ്വർഗത്തിന് വേണ്ടി സമയം നമ്മൾ മെനക്കെടുത്താതെ, ആഖിറത്തിന് വേണ്ടി സമയം മെനക്കെടുത്താതെ, നമ്മുടെ മക്കളെ ആഖിറത്തിന് വേണ്ടി വാർത്തെടുക്കാതെ കേവലം ഗ്യാരണ്ടി ഇല്ലാത്ത ഭൗതികമായ ലോകത്തിന് വേണ്ടി ഈ മക്കൾക്കും ഈ കുടുംബത്തിനും ആവശ്യമില്ലാത്ത പണങ്ങൾ ചെലവഴിച്ചിട്ട് ഇതെല്ലാം കണ്ണടയുന്നതോടുകൂടി നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു മഹാദുരന്തത്തെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഏത് വേണം? യുവർ ചോയ്സ്. ഏത് വേണം? യുവർ ചോയ്സ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആരും ചോദിക്കാനില്ല. ഇവിടെ കള്ളു കുടിച്ച് കൂത്താടി നടന്ന ആരും ചോദിക്കാനില്ല. ഇവിടെ കഞ്ചാവടിച്ചടന്നാൽ ആരും ചോദിക്കാനില്ല.
വ്യഭിചരിച്ചാലെന്ന് ആരും ചോദിക്കാനില്ല. മോഷണം നടത്തി ജീവിച്ചാൽ, കൊല നടത്തി ജീവിച്ചാൽ ആരും ചോദിക്കാനില്ല. ചോദ്യം മൊത്തം 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ നിന്റെ മയ്യത്ത് കൊണ്ടുവച്ച് എല്ലാവരും ആ പള്ളിക്കാട്ടിൽ നിന്ന് പോകുമ്പോൾ 2 മലക്കുകൾ നിന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് വരുമ്പം അവിടെ മുതലാണ് നിന്റെ ജീവിതത്തിന്റെ തുടക്കം. അപ്പം നീ പറയും, അന്ന് ആ പണ്ഡിതന്മാര് പറഞ്ഞത്, അന്ന് അവർ പ്രബോധനം ചെയ്തത്, അന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ കാണുന്ന ദുരന്തത്തിലേക്ക് ഞങ്ങൾ വീഴുമായിരുന്നില്ല. അന്ന് ചിന്തിക്കും. പക്ഷെ അന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അന്ന് എന്താ കാര്യം? റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാലീൻ റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. ദുനിയാവിന്റെ രസങ്ങളും രസാനുഭൂതികളും ആഡംബരങ്ങളും എല്ലാ അത്യാഹ്ലാദങ്ങളും ഞങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞു പടച്ചവനെ. ഞങ്ങളതിൽ ലയിച്ചു പോയി പടച്ചവനെ. അതാണ് വലുത്, അതാണ് ഞങ്ങളുടെ ഹാപ്പി ലൈഫ് എന്ന് ഞങ്ങൾ കരുതിപ്പോയി പടച്ചവനെ. ഞങ്ങൾക്ക് വന്ന അബദ്ധം ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദയവ് ചെയ്ത് പ്ലീസ് റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. ഞങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ മടക്കിക്കൊണ്ടുവാ. ഇനി മേലിൽ ഞങ്ങൾ ആ ദുരന്തത്തിന് ഞങ്ങൾ തലവെച്ച് കൊടുക്കുകയില്ല. ഇനി അങ്ങനെ എങ്ങാനും ഞങ്ങൾ ആ ദുരന്ത മുഖത്തേക്ക് എത്തുകയാണെങ്കിൽ തീർച്ച ഞങ്ങൾ അക്രമികളായിരിക്കും. അന്ന് നിനക്ക് ഞങ്ങളെ ചോദ്യം ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഒഴിക്കഴിവ് തന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ പടച്ചവനെ. നാളെ ആഖിറത്തിൽ വിലപിക്കും. ആ വിലാപത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനമില്ല. ഒരു സ്ഥാനമില്ല. ഉണ്ടോ? ഖാല ഖ്സഉ ഫിഹാ വലാ തുകല്ലിമൂൻ അവലൻ നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്, തലയും താഴ്ഭാഗവും മുഴുവനും ഉച്ചി മുതൽ ഉള്ളങ്കാര് വരെ മുഴുവനും നരച്ച് കിളവനായിട്ടും നീ അല്ലാഹയെക്കുറിച്ചും ആഖിറത്തെക്കുറിച്ചും മനസ്സിലാക്കാതെ ഇവിടെ വന്നിട്ട് നീ കിടന്നിട്ട് വെപ്രാളം കാണിക്കുകയാണോ? ഇല്ലേ? മിണ്ടിപ്പോകരുത്. മിണ്ടതവിടെ കിടക്കണം. ഒരു വല്ലാത്ത ഭീഷണി സ്വരത്തിലാണ് പറയുന്നത്. മിണ്ടിപ്പോരുന്നത്. ഇത്രയും വയസ്സ് വന്നിട്ട് ചിന്തിക്കാനുള്ള സൗകര്യവും സമയവും സന്ദർഭവും അല്ലാഹ് നിനക്ക് തന്നിട്ട് നീ ചിന്തിച്ചോ? നീ മനസ്സിലാക്കിയോ? ഉലമാക്കൾ ഇത് പറയുമ്പോ അവരെ കുറ്റം പറയാനല്ലേ നീ മുന്നോട്ട് നിന്നത്? മിണ്ടരുത്, ഇനി മിണ്ടരുത്. ഇന്ന് പന്ത് എൻ്റെ കോർട്ടിലാണ്. ഇപ്പൊ പന്ത് നിങ്ങളുടെ കോർട്ടിലാണ്. നാളത്തെ പന്ത് അള്ളാന്റെ കോർട്ടിലാണ്. അത് ആരെ കൊണ്ട് മാറ്റാൻ കഴിയില്ല. ഇത് അള്ളാഹ് തന്നെ തീരുമാനിക്കണം. ഏതാ വേണ്ടേ? നമ്മൾ തീരുമാനം എടുക്കാം. നമുക്കിപ്പോൾ ഒരു സഹായം വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. പക്ഷെ നമുക്ക് ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കലാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ വിചാരിക്കും ഒരു മദ്രസ പണിയുക, ഒരു പള്ളി പണിയുക, കുറേ മക്കളെ ആഫലിങ്ങളും ആലിമ്യങ്ങളൊക്കെ ആക്കിയെടുക്കുക. എന്താത്തിനാ ഇത്? ഇതില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? ഇതില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? ഇതുണ്ടായിട്ട് തന്നെ ഇങ്ങനെയായി. ഇതില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? ഈ മക്കളൊക്കെ എന്തായിരിക്കും? എന്നെയൊക്കെ എൻ്റെ പിതാവ് ഓതാൻ കൊണ്ട് വിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഏതെങ്കിലുമൊക്കെ ലോകത്ത് വേറെ പഴച്ചു പോയവനായിരിക്കാം. നഊദു ബില്ലാഹ്. അല്ലാഹ് കാത്തിരച്ച് ഹിദായത്തിൻ്റെ മാർഗത്തിൽ നമ്മളെ കൊണ്ട് എത്തിച്ചത് ഇതേപോലുള്ള ദീനിൻ്റെ മാർഗമായതുകൊണ്ട്, ദഅവത്തിൻ്റെ വഴിയായതുകൊണ്ടുമാണല്ലോ. ഇന്നറിയാലോ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ. ഏതെങ്കിലും മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് ഗുണമുണ്ടോ? ഏത് വാപ്പാക്ക് ഗുണമുണ്ട്? എഞ്ചിനീയറാ പറയാം ഫഖർ. ഇഅ്ലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅബും വലഹും വസീനത്തും വതഫാഖുറും ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ദുനിയാവെന്ന് പറയുന്നത് മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രൗഢി നടിക്കലാണ്. എൻ്റെ മോൻ UK-യിൽ, രണ്ടാമത്തെ മോൻ ലണ്ടനിൽ, മൂന്നാമത്തെ മോൻ അമേരിക്കയിൽ, നാലാമത്തെ മോള് അവിടെ, ആ ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റൽ, അവിടെ ഇവിടെ. ഈ ഫഖ്റല്ലാതെ, ഈ വാപ്പയും ഉമ്മയും തിന്നാനും കുടിക്കാനും വഴിയില്ലാതെ ക്രൈസ്തവയായ ഒരു നേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് വീട്ടിൽ അവർ കഴിഞ്ഞുകൂടുന്നത്. എന്നാൽ 5ഉം 10ഉം മക്കളുള്ളവർ ദുനിയാവിൻ്റെ പല ഭാഗങ്ങളിലുമായി അവർ ജീവിക്കാൻ, അവർ റാഹത്തായിട്ട് ജീവിക്കുകയാണ്. വാപ്പ മരിക്കാറാവുമ്പം വിളിച്ചു പറയും, മോനെ വാപ്പ മരിക്കാറായി, നീ കയറി വരുന്നെങ്കിൽ വാ. ഇൻഷാ അല്ലാഹ് ഞാൻ വരാം. ഇപ്പം ടിക്കറ്റ് ഭയങ്കര ചാർജ് നോക്കട്ടെ. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വാപ്പ മരിച്ചു. മോനെ വാപ്പ മരിച്ചുപോയി. അയ്യത്തടക്കല്ലേ, ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം, ഞാൻ വന്നിട്ട് അടക്കിയാൽ മതി. വാപ്പായെ കൊണ്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. 3 ദിവസം കഴിഞ്ഞ് അവൻ വരും, ഒന്ന് തുറന്നു നോക്കും, കൊണ്ടങ്ങ് അടക്കും. 2 കിലോ പാളയത്തോളം പഴവും മേടിച്ചു കൊടുക്കും, നാരങ്ങ വെള്ളം മേടിച്ചു കൊടുക്കും. സലാമ അടുത്ത ടിക്കറ്റ് എടുത്ത് ലണ്ടനിൽ പോയി. ഇത് കാണാനെന്ന് തോന്നുന്നു. ഇത് ഹജ്ജറുൽ അസ്വദാ. ഇത്രയും ദൂരത്ത് ആ പാവം പിടിച്ച മനുഷ്യനെ നേരത്തെ കാലത്തെ എങ്ങാനും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയെന്നെ. ഇതിനെ കൊണ്ട് ഫ്രിഡ്ജിലും കയറ്റി വെച്ച് അവൻ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഇവിടം വരെ വന്ന് 2 കിലോ പാളയത്തോടം പഴവും മേടിച്ചു കൊടുത്തിട്ട് അവൻ പിറ്റേ ദിവസം അവൻ്റെ ബാക്കി പോയി. വാപ്പാക്ക് ഈ മക്കനെ കൊണ്ട് എന്ത് ഗുണമുണ്ടായി?
എന്തുകൊണ്ടുണ്ടായി? മാതാപിതാക്കൾക്ക് വേണ്ടി ഇന്ന് ദുആ ചെയ്തു തുറന്ന് കൈപൊക്കിക്കേ. ഹക്കനായിട്ട് പൊക്കാവൂ, വെറുതെ പൊക്കരുത്. ഞാൻ പല സ്റ്റേജിലും ചോദിച്ചിട്ട് ഇത്രയും കൈകൾ പൊങ്ങിയിട്ടില്ല. എന്തുകൊണ്ട് നമ്മളിപ്പോൾ പൊങ്ങി? അത് നമ്മുടെ മക്കളെ പഠിപ്പിച്ചതിൻ്റെ വർക്കത്താണ്. ഞാൻ പല സ്റ്റേജുകളും ചോദിച്ചിട്ടുണ്ട്. പൊങ്ങൂല, മതി പൊങ്ങൂല, കൈ പൊങ്ങില്ല. 5, 6, 7 പേരുടെ കൈകൾ മാത്രം ഇല്ല. വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മക്കൾ സാലിഹീങ്ങളായ മക്കളാണോ? മാതാപിതാക്കളെ മറന്ന് ജീവിക്കുന്ന മക്കൾ സാലിഹീങ്ങളായ മക്കളാണോ? റബ്ബിർഹംഹുമ, അല്ലാഹ് പഠിപ്പിച്ചെന്ന ദുആയാണ്. അല്ലാഹ് പഠിപ്പിച്ചെന്ന ദുആയ റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. അല്ലാഹ് പഠിപ്പിച്ചെന്ന ദുആയ. മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട ദുആ അല്ലാഹ് പഠിപ്പിച്ചെന്നാണ്. മക്കളെ ഇത് ചെയ്യണേ മക്കളെ ഇത് ചെയ്യണേ മക്കളെ, അല്ലാഹ് പഠിപ്പിച്ചെന്ന ദുആയാണ്. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ പാപ്പായും ഉമ്മായിട്ട് എന്ത് ബന്ധം നമുക്ക് പറയും? ഈ ദുആ ചെയ്യണമെങ്കിൽ ഇതേപോലെ ആലിമാക്കണ്ടേ, ഹാഫിളാക്കണ്ടേ, അല്ലെങ്കിൽ ദീനീ ബോധം വേണ്ടേ? ദീനീ ബോധമില്ലാതെ മക്കളെ കുറച്ച് ഡോക്ടർ, IPS, IAS കാരനാക്കി വളർത്തിക്കൊണ്ടുവന്ന് ശരി, നല്ല പേരും പ്രശസ്തിയും നല്ല ശമ്പളമൊക്കെ കിട്ടും. പക്ഷെ അവൻ നമസ്കരിക്കുന്നുണ്ടോ? ഈ മക്കൾ നമസ്കരിച്ചില്ലെങ്കിൽ ഞാൻ ഉത്തരവാദി ആരാ? ഈ മക്കളെ പഴിച്ചു പോയാൽ ഉത്തരവാദി ആരാ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആണും പെണ്ണുമായ നമ്മുടെ മക്കളെങ്ങാനും മരിച്ചു പോയാൽ, എന്തെങ്കിലും പിഴച്ചു പോയാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഈ വാപ്പയും ഉമ്മയും ഏറ്റെടുക്കണം. സൗവിജു ഔലാദകും ഇദാ ബലഗു വലാ തഹ്മിലു ആസാമകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ആണും പെണ്ണുമാകട്ടെ പ്രായപൂർത്തിയെത്തി പക്വതയെത്തി വിവാഹം കഴിക്കാനുള്ള സാഹചര്യമായാൽ അവരെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചയക്കണം. അവർ വിവാഹം കഴിക്കാതെ ക്രോണിക് ബാച്ചലറായി നടന്ന് അവരെങ്ങാനും പിഴച്ചു പോയാൽ വാപ്പ ഉമ്മ, നിങ്ങൾ അവരുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും ആഖിറത്തിൽ. അള്ളാഹു നമ്മളോട് പറയാ, നമ്മുടെ മക്കളെ കൊണ്ടുപോയി കൽക്കട്ടയിൽ പഠിപ്പിക്കാൻ പറ്റും, മാംഗ്ലൂരിൽ, ബാംഗ്ലൂരിൽ, ചെന്നൈയിൽ, മിസോറമിലൊക്കെ പഠിപ്പിക്കാൻ പറ്റും. വല്ലവനും കൂടെ പോയിരുന്ന് കെട്ടിപ്പിടിച്ച് ഹുക്കടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വാപ്പയും ഉമ്മയും കരുതുന്ന എൻ്റെ മോൾ അവിടെ മറ്റേനെ പഠിക്കാണ്, അതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുകയാണ്. ആ മക്കൾ പഴിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഈ വാപ്പ ഏറ്റെടുക്കണം. നാളെ ആഖിറത്തിൽ അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പ്രസംഗിക്കണമെങ്കിൽ, നവാസ് ഉസ്താദ് ഇന്ന് കോഴിക്കോട് പോയി എൽമ പറഞ്ഞു കൊടുക്കണമെങ്കിൽ, ലോകത്തിൻ്റെ പല ഭാഗത്ത് പോകണമെങ്കിൽ, അബ്ദുറഹീം ഉസ്താദ്, യൂസുഫ് ഉസ്താദ്, ഇവരൊക്കെ പല ഭാഗത്തുള്ള ഇൽമുകൾ പറഞ്ഞ് ജനങ്ങൾക്ക് കൊടുത്ത് അവരെല്ലാം ലോകത്തിന്റെ പല ഭാഗത്ത് പോകണമെങ്കിൽ ആഖിറം എന്ന ഒരു സംവിധാനത്തെ നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. ഭൗതികമായ ലോകത്തോടുകൂടി എല്ലാം അസ്തമിച്ചു പോകുമെങ്കിൽ നമ്മൾ ഈ തലക്കെട്ടും കെട്ടി ദാടിയും കെട്ടി ഈ ജുബ്ബായും വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഉണ്ടോ? നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ? പള്ളിയുടെ ആവശ്യമുണ്ടോ? ബാങ്ക് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഒല്ലിയ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നോമ്പ് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? നോമ്പ് തുറപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഹജ്ജിന് പോകേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇതൊക്കെ ആഖിറത്തെ ഓർത്തിട്ടാണ്, ഖബറിനെ ഓർത്തിട്ടാണ്. അതുകൊണ്ട് ഖബറിൽ നമുക്കൊരു കൂട്ടുകാരെ കണ്ടെത്തണം. ലാസ്റ്റ് ലക്ഷ്യം അതാണ്. ഖബറിൽ പോകുമ്പോൾ നിന്റെ കൂടെ ഒരാളെ നീ കൂട്ടിന് കൊണ്ടുപോയാൽ എല്ലാവരും പോകട്ടെ, നിന്റെ അടുക്കൽ വന്ന് നിന്നിട്ട് ഒരു യുവ കോമളൻ, ഒരു ചെറുപ്പക്കാരൻ നല്ല വസ്ത്രം ധരിച്ച് ഹസനു സിയാബി ഹസനുൽ വജ്ഹി തയ്യിബുർ റീഹ്, നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി നല്ല സുസ്മേരവദനായി ശുഭവസ്ത്രധാരിയായി നല്ല ഒരു ചെറുപ്പക്കാരൻ ആ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അരികെ വന്നിരുന്നിട്ട് അവനോട് ചോദിക്കും, യാ അബ്ദല്ലാ ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയോ? ആ നമ്മുടെ മോനല്ലാതെ നോക്കുമ്പോ എൻ്റെ മോൻ സവീർ അല്ലല്ലോ, എൻ്റെ മോള് ശൈലജ അല്ലല്ലോ. ആ ഖബറിനകത്ത് ചോദിക്കാണ്, ഹൽ തഅരിഫുനി, ഒരു ചെറുപ്പക്കാരൻ. ഹദീസല്ലേ അല്ലേ ഉസ്താദേ? ഇല്ലെങ്കിൽ പറയണം, ഞാൻ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു പറയല്ല, നിങ്ങളെ പേടിപ്പിക്കാൻ പറയല്ല. ആ ഖബറിനകത്ത് കൂട്ടുകാരൻ വരും, നിങ്ങൾ വിചാരിക്കൂല്ലാന്ന്. ഹദീസിന്റെ പണ്ഡിതന്മാർ, ആലിമ്യങ്ങൾ, മുദരിസന്മാർ ഇരിക്കുന്നു. പറയട്ടെ, ആ ഖബറിന്റെ ഉള്ളിൽ വന്ന് എല്ലാവരും പോയി, വാപ്പ പോയി, ഉമ്മ പോയി, ഭർത്താവ് പോയി, ഭാര്യ പോയി, മക്കൾ പോയി, ആരുമില്ല. ആ ഖബറിന്റെ ഉള്ളിൽ ആ കുറ്റാക്കൂരിരുട്ടിൽ, ആ മാവാസിൽ, ഇരുണ്ട തുരുത്തിൽ ആരുമില്ല. മലക്കുകൾ വന്ന് നമ്മളെ വിളിച്ചുണർത്തുന്ന സമയത്ത് ഒരു നല്ല യുവ കോമളൻ എൻ്റെ അരികിൽ വന്ന് നിന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഹൽ തഅരിഫുനി, നിനക്ക് എന്നെ അറിയോ? ആ മയ്യത്ത് പറയും, ലാ അരിഫുക, എനിക്ക് എന്നെ പരിചയമില്ല. ഒന്ന് നല്ലപോലെ നോക്ക്, ഇല്ല, ഒട്ടും പരിചയമില്ല. എന്നാൽ ഒന്നുകൂടെ നോക്ക്, ഇല്ല, പരിചയമില്ല. എങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ ആരെന്ന് പറഞ്ഞോളൂ. അനൽ ഖുർആൻ. എന്താ വാക്ക് പറഞ്ഞ?
അനൽ ഖുർആൻ അല്ലദീ അസ്ഹറ ലൈലക വഅൽമ നഹാറക വഅംനഅക ശഹവതക മിനത് തആമി വശറാബ്. പകലിന്റെ സമയത്ത് നീ നോമ്പെടുത്തത്, രാത്രിയുടെ സമയത്ത് ഉറക്കമിളച്ച് കണ്ണ് തുറന്നു വെച്ച് എല്ലാവരും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമായി കളിക്കുമ്പോൾ ഈ ഖുർആൻ ഓതി 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 ആ കണ്ണ് തുറന്നു വെച്ച് കണ്ണിൻ്റെ ഈറൻ, കണ്ണിൻ്റെ കൃഷ്ണമണി നനഞ്ഞ് ആ ഖുർആനിൻ്റെ താളുകളിലേക്ക് വീണ് ആഖിറത്തെ ഓർത്ത് പാതിരാ സമയത്ത് എഴുന്നേറ്റ് ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്ത ഒരു ദാസനല്ലേ നീ? ആ ഖുർആനാണ് ഞാൻ. നീ വിഷമിക്കണ്ട. ഫമാ അലൈക ബഅദ മസ്അലത്തി മുൻകരിൻ വനകീർ മിൻ ഹമ്മിൻ വലാ ഹുസ്നിൻ. മുൻകർ നക്കീർ വന്ന് ചോദിക്കുന്നു കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്കൊക്കെ ഞങ്ങളുണ്ട് ഇവിടെ. ഞങ്ങളുണ്ട് ഇവിടെ. ഇവിടെ പോലീസുകാരൻ പിടിച്ചകത്താക്കിയ ഉടനെ രാഷ്ട്രീയക്കാരൻ പറയും ഞാൻ ഉണ്ടെന്ന് പറയും. ഇതിലേക്കൂടെ വന്ന് അതിലേക്കൂടെ ഇറങ്ങിപ്പോവും. 15 ദിവസം റിമാൻഡ് ചെയ്ത് പറഞ്ഞാൽ ആര് വരാനാ? 9 വർഷത്തേക്ക് അവനെ അങ്ങ് അകത്ത് കൊണ്ടുപോയി. ആര് വരാനാ? ഞാൻ ഉണ്ട് കേട്ടോ, ഞാൻ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ ഉണ്ട്. അൽഹംദുലില്ലാഹ്, നീ അവിടെ കിടന്നോ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ ഉണ്ട്. ഇത് സത്യമായ വാക്കാണ്. ഈ ഖബറിന്റെ ഉള്ളിലേക്ക് ഈ മനുഷ്യന്റെ മയ്യത്ത് കിടക്കുമ്പോ ഇവന്റെ അരികിൽ വന്ന് നിന്നിട്ട് ചോദിക്കുന്ന ചോദ്യം അനൽ ഖുർആൻ, ഞാൻ ഖുർആനാണ് കേട്ടോ, ഞാൻ ഖുർആനാണ് കേട്ടോ. നീ രാത്രി എന്നെ നീ കൈവിടാതെ ഓതിയവനല്ലേ? പകൽ സമയത്ത് എൻ്റെ ഓരോ വാക്കനുസരിച്ച് ജീവിച്ചവനല്ലേ? നീ ഹറാമുകളെ സൂക്ഷിച്ചവനല്ലേ? ഹലാലുകളുടെ വഴികളിലൂടെ സഞ്ചരിച്ചവനല്ലേ? നീ ഓതി നിന്റെ മക്കളെ പഠിപ്പിച്ചില്ലേ? നിന്റെ ഭാര്യയെ പഠിപ്പിച്ചില്ലേ? എല്ലാ ദിവസവും യാസീൻ ഓതിയതല്ലേ? ബഖറ ഓതിയതല്ലേ? വാഖിയ ഓതിയതല്ലേ? റഹ്മാൻ ഓതിയതല്ലേ? ദുഖാൻ ഓതിയതല്ലേ? ആ ഖുർആനാണ് ഞാൻ. ഫമാ അലൈക ബഅദ മസ്അലത്തി മുൻകരിൻ വനകീർ മിൻ ഹമ്മിൻ വലാ ഹുസ്ൻ. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. മുൻകർ നക്കീർ ഒന്നും നിങ്ങളെ ഒന്നും ചെയ്യൂല. മാ അന ബിമുഫാരിഖിഹി, അവരെ വിട്ട് ഞങ്ങൾ മാറൂല, നിന്നെ വിട്ട് ഞങ്ങൾ മാറൂല, നീ പേടിക്കാൻ വേണ്ട. അവർ ചോദിച്ചിട്ട് പോയിക്കോട്ടെ, നിങ്ങളുടെ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തു കൊള്ളാം. പിന്നെ വിഷമിക്കണം, പേടിക്കണം. അങ്ങനെ ഒരു കൂട്ടുകാരനെ വേണ്ടേ? വേണോ? വല്ലാഹി ഖുർആന്റെ ആയത്തുകളാണ്, ഹദീസുകളാണ്. ഖുർആൻ ആയത്ത് ഓതി ഞാൻ വേണമെങ്കിൽ ഇത് വ്യാഖ്യാനിച്ചു തരാം. നിങ്ങൾ 4 മണി മുതൽ ഇരിക്കുന്ന നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിർത്താൻ പോവാണ്. കൂടുതലൊന്നും പ്രസംഗിച്ചിടത്തും വലിയ കാര്യമില്ല. 21-30 വർഷമായിട്ട് പ്രസംഗിക്കാം. എന്താ ഫായിദയുള്ളത്? 30 വർഷമായിട്ട് പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിനല്ല കുറവുണ്ടോ? അതിനനുസരിച്ച് അറാമിയത്ത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ നന്നായിട്ട് വേണ്ട നാട്ടുകാരെ നന്നാവാൻ. അതാണ് ഏറ്റവും വലിയ തെളിവ്. അതാണ്. വായത് മുത്തഴതാണെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മുടെ ഭാഗം ശരിയാവുന്നില്ല. നിങ്ങൾ ദ്വാരയ്ക്ക് മക്കളെ ഒരാളെ കൊണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ പ്രേരിപ്പിച്ച് നന്നാവുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ദുവാബർക്കത്തുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരു ചരിത്രം വായിക്കുമ്പോൾ ഞാൻ കണ്ടു, ഒരു മഹാനവറുകൾ, അദ്ദേഹം വലിയൊരു പ്രാസംഗികനാണ്, അത് മരിച്ചുപോയി. അപ്പോൾ അല്ലാഹു തആല ഖബറിൽ അദ്ദേഹത്തെ വിളിക്കുന്നു, യാ ശൈഖസ്സൂ. അല്ലാഹ് വിളിക്കുന്ന വിളി അതാ, യാ ശൈഖസ്സൂ. വലിയ പ്രാസംഗികനായിരുന്നു, പ്രസംഗിച്ച് കൊടുമ്പിരി കൊള്ളിക്കുന്നൊരു പ്രാസംഗൻ മരിച്ചുപോയി. അള്ളാഹെ വിളിക്കാണ്, യാ ശൈഖസ്സൂ, ഏ വൃത്തിഹീനനായ പണ്ഡിതനെ. അള്ളാഹ് വിളിക്കുന്ന വിളിയാണ്, യാ അല്ലാഹ് പിന്നെ നീ ഇങ്ങനെ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞാണ്, ഖദ് ഗഫർതു ലക്, നിനക്ക് ഞാൻ പുറത്തു തന്നു. യാ ശൈഖസ്സൂ ഖദ് ഗഫർതു ലക്, ഏ മോശം പണ്ഡിതനെ നിനക്ക് ഞാൻ പുറത്തു തന്നു. എൻ്റെ അള്ളാഹ്, എന്തിനാ പഠിച്ചവനെ എന്നെ ഇങ്ങനെ ഒരു വാക്ക് നീ കൊണ്ട് എന്നെ അഭിസംബോധന ചെയ്ത് എനിക്ക് വലിയ വിഷമമായിപ്പോയി. നിന്റെ പ്രഭാഷണം ഭയങ്കര പ്രസംഗമായിരുന്നു, അതൊന്നും നിന്റെ ജീവിതത്തിലില്ല. പക്ഷെ നിന്റെ പ്രസംഗം കേട്ട് ആ സദസ്സിരുന്ന ഒരാൾ കരഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുനീര് കണ്ട് ബാക്കിയുള്ളവർ കരഞ്ഞു. ആ ഒരൊറ്റ കാരണത്താൽ അവർക്ക് പുറത്തു കൊടുത്തു. ആ കൂട്ടത്തിൽ നിനക്ക് ഞാൻ പുറത്തു തന്നു. എൻ്റെ ഓശാരാണ്. അതുകൊണ്ട് നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കും. പൊയ്ക്കോ. ആരെങ്കിലും ഒരാൾ ഇന്ന് കരഞ്ഞാൽ, ആരെങ്കിലും നമ്മൾ ഈ പ്രസംഗം കൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരാൾ കരഞ്ഞ് അത് ബാക്കിയുള്ളവരോട് കരഞ്ഞ് ഏറ്റുപിടിച്ചാൽ നമുക്കതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രസംഗം. അല്ലാണ്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല. പിന്നെ ഈ വന്നിരിക്കുന്ന ഈ മക്കള്, ഈ മാതാപിതാക്കൾ, നമുക്ക് അല്ലാഹു തആല നാളെ ഖബറിൽ ഈ വന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, വലിയ ഒരു കിരീടമായിട്ട് വരും. വലിയൊരു ബൊക്ക. ഇന്നിവിടെ ഉണങ്ങിയ ഒരുമാതിരി ഒരു ബൊക്ക കൊണ്ടുവരും, കൂതറ ബൊക്ക. ഇന്നിവിടെ വലിയ ആശംസ എന്നും പറഞ്ഞിട്ട് ഉണങ്ങിപ്പോകുന്ന സാധനം. ഇതല്ല, ഭയങ്കരമായ കിരീടം. ദുനിയാവിൽ വിലത് മതിക്കാൻ പറ്റാത്ത ഒരു കിരീടം ഇത് കൊണ്ടുവരും ഖബറിൽ നിങ്ങൾക്ക്.
അപ്പൊ അദ്ദേഹം ചോദിക്കും എനിക്കോ? അതെ നിങ്ങൾക്ക്. ഇതോ? അതെ നിങ്ങൾക്ക്. ഇല്ല മാറിപ്പോയതാന്ന്. ഇല്ല മാറിയൊന്നും പോയിട്ടില്ല, എനിക്ക് തന്നെ ഉറപ്പ്, നിങ്ങൾക്ക് തന്നെ. ഇത്രയും വലിയ ഒരു പദവിക്ക് ഞാൻ യോഗ്യനല്ലല്ലോ, എന്ത് പറ്റി? അല്ല ഒന്നുകൂടെ നിങ്ങളൊന്ന് ആലോചിച്ചു, എനിക്ക് തന്നെയാണോ? അതെ നിങ്ങൾക്ക് തന്നെ. ഞങ്ങൾക്ക് റേഞ്ച് മാറാറൊന്നുമില്ല, ഞങ്ങൾക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല, ഗൂഗിൾ അടിക്കേണ്ട വഴിയുമില്ല, നിങ്ങൾക്ക് തന്നെയാ കൊണ്ടുവന്നത്. അല്ല അതെന്താ പിന്നെ? അപ്പൊ ഇദ്ദേഹത്തോട് സംശയം കൊണ്ട് ചോദിക്കും, എന്തിനാ എനിക്കിത് കൊണ്ടു തന്നത്? നിന്റെ മക്കളെ നീ ഖുർആൻ പഠിപ്പിച്ചായിരുന്നു. എന്റെ മോൻ ഹാഫിളാണ്, എന്റെ 3 മക്കൾ ഹാഫിളാണ്, 2 മക്കൾ ഹാഫിളാണ്, എന്റെ മോള് ഹാഫിളാണ്, എന്റെ മക്കൾ ഹാഫിളാണ്. ആ മക്കളെ നീ ഖുർആൻ പഠിപ്പിച്ച ഒരൊറ്റ കാരണത്താൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പടച്ചവൻ ഞങ്ങളുടെ കയ്യിൽ തന്നുവിട്ടതാണ്. നിന്റെ ഭർത്താവ് അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും ഇത് അണിയിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇത് നിങ്ങൾ ധരിക്കട്ടെ.